ഈശോയെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സമരിയാക്കാരിയായ ഒരു സ്ത്രീയെ യേശു വീണ്ടെടുക്കുന്നതും പിന്നീട് അവർ മൂലം ഒരു ദേശം മുഴുവനും രക്ഷപ്രാപിക്കുന്നതുമാണ് നാം ഇപ്പോൾ ശ്രമിച്ച സുവിശേഷത്തിൻ്റെ പ്രധാന സന്ദേശം. നാം 27-ാമത്തെ വാക്യത്തിലാണ് ഇങ്ങനെ വായിച്ചു തുടങ്ങിയത്. തത്സമയം അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവരൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനാണ് അത്ഭുതപ്പെട്ടു. കാരണം സമരിയാക്കാരും യഹൂദരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യേശു യഹൂദനാണ്, ഈ സ്ത്രീ സമരിയാക്കാരിയാണ്. യഹൂദ പുരുഷന്മാർ പൊതു സ്ഥലങ്ങളിൽ വെച്ച് സ്ത്രീകളോട് സംസാരിക്കുക ഒരിക്കലുമില്ല, പ്രത്യേകിച്ച് അപരിചിതരോട്. ഇവിടെ ഇതൊരു സാധാരണ സ്ത്രീയല്ല, സമരിയാക്കാരിയാണ്. മതപരമായി സമരിയ സ്ത്രീകൾ അശുദ്ധരാണ്, ഇതായിരുന്നു യഹൂദരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് സമരിയ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന പാത്രങ്ങൾ കുടിക്കുക, അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം നിഷിദ്ധമാണ്. ഇത് കർശനമായ യഹൂദ നിയമമാണ്. പക്ഷേ നിയമം പൂർത്തിയാക്കാൻ പറഞ്ഞ ഈശോ അത് ലഭിക്കുക. അവരുടെ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ട് ഇവരെന്താണ് സ്ത്രീയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണത്തിലേക്ക് പോകണമെന്ന് ആദ്യം ഈ അധ്യായം തുടക്കത്തിൽ വാക്യം ശ്രദ്ധിക്കുന്നത്. അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഒരു വാക്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. 27-ാം വാക്യത്തിൽ നമ്മൾ ആരംഭിച്ചതെങ്കിലും 4-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവത്തിന് പൂർണ്ണ വിവരണം. 4-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: യേശു യൂദയ വിട്ട് വീണ്ടും ഗലീലയിലേക്ക് വന്നു. അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടി. വളരെ പ്രധാനപ്പെട്ട യേശുവിന് സമരിയായിലൂടെ കടന്നു പോകേണ്ടി. അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ യഹൂദന്മാർ സമരിയയോട് കൂടുകയില്ല, സമരിയ ഒഴിവാണ്. സമരിയ ഒഴിവാക്കി കൂടുതൽ ക്ലേശകരമായി മറ്റൊരു റൂട്ടിൽ. എന്നാൽ ഈശോ ഒരിക്കലും സംഭവിച്ചില്ല. ഈശോ ശിഷ്യന്മാരെ പോകുമ്പോൾ സമരിയാക്കാർ ഈശോയ്ക്ക് വഴി അടച്ചു തന്നു. വൃത്തിയിറങ്ങി ഇവരെ കത്തിച്ചതായിട്ട് പറയുന്ന ശിഷ്യന്മാർ പറയുന്നത്. ഇന്ന് ഈശോ എന്താ ചെയ്യുന്നത്? സമരിയായിലൂടെ തന്നെ പോകുകയാണല്ലോ എഴുതിയിരിക്കുന്നത്. സമരിയായിലൂടെ അവൻ കടന്ന് പോകേണ്ടിയിരുന്നു. ഒരു നിർബന്ധം. യേശുവിനെ സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. എന്താ കാര്യം? യേശു എപ്പോഴും ചെയ്യുന്നത് തൻ്റെ പിതാവിൻ്റെ പദ്ധതികൾ ചെയ്തു. തൻ്റെ പിതാവിൻ്റെ പദ്ധതി എന്താ? ആളുകൾ നശിച്ചു പോകും. ഈ സ്ത്രീയെ രക്ഷിക്കണമെന്നുള്ളതാണ് പിതാവിൻ്റെ പദ്ധതി. ശിഷ്യന്മാർക്കൊന്നും അറിയാൻ പാടില്ല. അവർ ഭക്ഷണം ക്ഷീണിച്ച് വളർന്നു, അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഈശോ ആ ഭക്ഷണത്തിൽ പോകുന്നില്ല. ഈശോ മനഃപൂർവ്വം ആ സ്ഥലത്തിരിക്കുക. എന്തിനാണ്? ഈ സ്ത്രീ വരുമ്പോൾ ഈശോ ചെയ്തത്. ഇവിടെ പറ്റി പറഞ്ഞിരിക്കുന്നത് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നതാണ്. അത് അക്ഷരാർത്ഥത്തിലെല്ലാം ഈ സ്ത്രീ 5 കല്യാണം കഴിച്ചോളാമെന്ന് എടുക്കണം. ഇപ്പോൾ അവൾ വിവാഹം കഴിക്കാതെ ഒരു മനുഷ്യന്റെ കൂടെ താമസിക്കുകയാണെന്ന് നമ്മൾ എടുക്കണം. പക്ഷെ വേറെ അവിടെ പറയുന്നത് ഈ സമരിയാക്കാർ 5 ദേവന്മാരെ ആരാധിച്ചു. അപ്പോൾ സത്യദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് അന്യദേവ ആരാധനയിൽ കുടുങ്ങിയ ഒരു സ്ത്രീയാണെന്ന് ഒരർത്ഥം എടുക്കണം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ സ്ത്രീ നല്ല ജീവിതം നയിക്കുന്ന ആളല്ല. ഈ സ്ത്രീ വളരെ മോശമായ സ്ഥിതി, ഒന്നില്ലെങ്കിൽ അശുദ്ധിയിലാണ്, അല്ലെങ്കിൽ വിഗ്രഹാരാധന. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ രക്ഷിച്ചെടുക്കുക
എടുക്കുക എന്നുള്ള ഈശോയുടെ തീവ്രമായ പ്രാർത്ഥന കാണുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാർ പിന്നെ വന്ന് പറയുന്നുണ്ട്, ശിഷ്യന്മാർ കുറച്ച് ഭക്ഷണം ആവശ്യമുണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് ഭക്ഷണം കഴിക്കാൻ കർത്താവ് അത് സ്വീകരിക്കും. ഇതുപോലെ പറയാണ്, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വിശപ്പ് തീർന്നു. ഞാൻ ഭക്ഷണം കഴിക്കാതെ, നിങ്ങൾ ഭക്ഷണം കഴിച്ച് വിശപ്പ് തീർന്നു, എനിക്ക് ഭക്ഷണം കഴിക്കാതെ വിശപ്പ് തീർന്നു. ഞാനിപ്പോൾ സംതൃപ്തനാണ്. കാര്യം കർത്താവ് ഒരു പാപിനിയായ സ്ത്രീയെ നേടിയെടുത്തതിന്റെ ആനന്ദമാണ്. ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് നിർബന്ധമായി വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്തിനാണ്? ആ ഷണ്ടൻ എന്ന് പറയുന്നത് അതൊരു എത്യോപ്യക്കാരനാണ്, ജാതിയിലാണ്, ക്രിസ്തുവിനെ അറിയാത്തവനാണ്. അവന് ക്രിസ്തുവിനെ കൊടുക്കണം. അവൻ ദൈവത്തോട് ഭക്തിയുള്ളവനാണ്. അടിസ്ഥാനപരമായി കൊള്ളാം, കുഴപ്പമില്ല, ദൈവാരാധകനാണ്, ആരാധിക്കപ്പെട്ടവരാണ്. പക്ഷെ എങ്കിലും അവന് ഈശോയെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ നിർബന്ധമായി എടുത്ത് പൊക്കിക്കൊണ്ടുപോയി ആ മനുഷ്യൻ പോകുന്ന വഴിയിൽപ്പെടെ നിർത്തുന്നു. എന്നിട്ട് അവരുടെ അടുത്ത് ചേർന്ന് നടക്കാൻ പറയുന്നു. എല്ലാത്തിൻ്റെയും പറയുന്നൊരു ലക്ഷ്യമുണ്ട്. രണ്ടിടത്തും കാണുന്നത് എന്താണ്? ഒരാൾ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. മുൻപിനറിയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈശോ അവസാനം ഗത്സമനിൽ കിടന്ന് വിഷമിക്കുന്നുണ്ട്. പിതാവേ, ഈ കാസ എന്നെ കടന്നു പോകാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അറിയാം, ഈശോ അനുഭവിക്കാൻ പോകുന്ന പീഡാനുഭവവും മറ്റൊന്നിനെ മുൻപിൽ കാണുമ്പോൾ ഇത് വളരെ പ്രയാസകരമാണ്. എങ്കിലും ഈശോ തിരുത്തി പറയുകയാണ്, എല്ലാവരും രക്ഷയ്ക്ക് വേണ്ടി, ഒരാൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിതാവിനെ കീഴടങ്ങുന്ന ഈശ്വരൻ കാണുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഭൂരിപക്ഷം പേർക്ക് അറിയാൻ പാടില്ല എന്താണ് ജീവിക്കുന്നത്. ഈ ആദ്യകാലങ്ങളിൽ വരുന്ന മുതിർന്നവർക്ക് അറിയാൻ പറ്റും. മുതിർന്നവർ ഉപയോഗിച്ചിരുന്ന ഒരു വേദപാഠ പുസ്തകമുണ്ട്. ചെറിയ വേദോപദേശം, അതിൻ്റെ ചെറിയ വേദോപദേശം. അത് ആ ചെറിയ വേദോപദേശത്തിന്റെ രണ്ടാം ഭാഗത്ത് ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ഉത്തരം, ദൈവമാണ് ഇല്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാനും മറ്റുള്ളവരെ അല്ലെ സഹായിക്കാനുമാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. എന്നെല്ലാം ഏറ്റു പറഞ്ഞു. കാരണം അത് മനസ്സിൽ ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? ഉത്തരം പറയാം, ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാനും മറ്റുള്ളവരെ അതിന് സഹായിക്കാനുമാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ആയുസിന്റെ ഒരു നല്ല ഭാഗം ജീവിച്ച് തീർത്തവരാണെന്ന് വിളിക്കുന്നത്. ആയുസിന്റെ ഒരു നല്ല ഭാഗം നമ്മുടെ തീർന്നിരിക്കുകയാണ്. ഇത്രയും കാലം ഈ രണ്ട് കാര്യം സാധിച്ചു ചിന്തിക്കണം. എന്തിനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തു. ഇത് രണ്ടും ഒന്നാണ്. ദൈവത്തെ അറിയുക എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ്. ദൈവവുമായി ഗാഢമായ ഒരു ബന്ധം. നമുക്ക് മനുഷ്യരുമായിട്ട് ബന്ധമുണ്ട്. ഭർത്താവ് ഭാര്യയുടെ ബന്ധമുണ്ട്, മാതാപിതാക്കളും മക്കളും ബന്ധമുണ്ട്, പലതരത്തിലുള്ള ബന്ധങ്ങൾ തലങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും അധികം ആഴമേറിയ ബന്ധം നമുക്ക് ഉണ്ടാകുന്ന ദൈവത്തോടാണ്. അത് മറച്ചല്ലേ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഭാര്യയോട് വലിയ ബന്ധമാണ്, ഭർത്താവിനോട് വലിയ ബന്ധമാണ്, മക്കളെന്ന് പറഞ്ഞാൽ മരിക്കും അവർക്ക് വേണ്ടി. പക്ഷെ ദൈവത്തോടുള്ള ബന്ധം വെറും ഉപരിപൂർവ്വം. ദൈവത്തോട് അത്യഗാധമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ, ഈ മനുഷ്യബന്ധങ്ങളിൽ മാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നവർ അവരുടെ ജന്മം നശിപ്പിച്ചു. ഭൂമിയിൽ ജനിക്കാതിരുന്നെങ്കിൽ ഭേദമായിരുന്നേ. യൂദാസിനെ പറ്റി യേശുവിന്റെ റിമാർക്കല്ലേ, ഇവ ഭൂമിയിൽ ജനിക്കാതിരുന്നെങ്കിൽ നമ്മളെ പറ്റി പറയേണ്ടി വരുമോ? അങ്ങനെ
ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിന് പരമപ്രധാനം കൊടുക്കാതെ നാം ജീവിക്കുന്നതെങ്കിൽ, ഈ മാനുഷിക സ്നേഹബന്ധങ്ങൾ തൃപ്തിപ്പെട്ടത് കഴിയുകയാണെങ്കിൽ മരണശേഷം എന്ത് സംഭവിക്കും? മരണത്തോടെ എല്ലാ ബന്ധങ്ങളും കൈവിടും. ഭർത്താവ് ഉപേക്ഷിക്കും, ഭാര്യ ഉപേക്ഷിക്കും, മകൻ ഉപേക്ഷിക്കും, മകൾ ഉപേക്ഷിക്കും. സർവ്വരും ഉപേക്ഷിക്കുമ്പോൾ നിന്നെ ആര് സ്വീകരിക്കും? എണ്ണമറ്റ കൊട്ടാരങ്ങളും ലക്ഷക്കണക്കിന് ആരാധകരും നൂറുകണക്കിന് അതിസുന്ദരികളായ ഭാര്യമാരുണ്ടായിരുന്നു. ദാവീദ് രാജാവ് ഇങ്ങനെ പാടുന്നുണ്ട്. 73-ാം സംഗീതത്തിനകത്ത് അവിടെ ആന്തരികതയാണെങ്കിൽ നിങ്ങൾ പാട്ടായി പാടാം. അതിങ്ങനെയാണ്, ദൈവമേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സങ്കല്പമാണ്. ദൈവമേ, സ്വർഗത്തിൽ ആരാണ് എനിക്കുള്ളത് അങ്ങല്ലാതെ? ശരിയല്ലേ? നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന വിട്ടകലമായി പണി കാണിക്കുന്ന ഈ ബന്ധങ്ങളെല്ലാം തീർന്നില്ലേ ശവക്കുഴിയോടെ? നമ്മൾ വിഡ്ഢികളായി തീരുകയല്ലേ ചെയ്യുന്നത്? ഈ ബന്ധങ്ങളിൽ മാത്രം സമയം മുഴുവനും വീടെന്ന് പറഞ്ഞാൽ പിന്നെ അത് മാത്രം. ദൈവമേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അങ്ങനെയാണ് സത്യമെങ്കിൽ സ്വാഭാവികമായും ഭൂമിയിൽ ഞാൻ ആരെയും ആഗ്രഹിക്കരുത്. ഈ ജീവിതവും മരണശേഷ ജീവിതവും തമ്മിലുള്ള ഒരു തുലനം ചെയ്യുന്നത് നാം ചിന്തിക്കണം. മനുഷ്യ ജീവിതം നിത്യമായ ജീവിതമാണ്. നമ്മൾ പറയുന്നുള്ളത് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ എന്ന് പറയുന്നത് നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം അവസാനിപ്പിക്കുന്നത് നിത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ടാണ്. എന്താണ് നിത്യമായ ജീവിതം എന്ന് പറയുന്നത്? മരണത്തോടെ ജീവിതത്തിന്റെ ആദ്യ ഘട്ടം അവസാനിക്കുന്നു. എന്നാൽ ജീവിതത്തിന്റെ പ്രധാന ഘട്ടം മരണത്തോടെ ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധൻ ഇങ്ങനെ പറഞ്ഞിരുന്നത്. പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട്, വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കഷ്ടത എത്ര നിസ്സാരം. ഈ ഭൂമിയിൽ കഷ്ടത മാത്രം അനുഭവിച്ചവരാണ് വിശുദ്ധൻ. ജീവൻ പോലും നഷ്ടപ്പെടാൻ വിട്ടുകൊടുത്തവരാണ് രക്തസാക്ഷികൾ. അപമാനിതരും ദുഃഖിതരും ചപ്പും ചവറും പോലെ കരുതപ്പെട്ടവരും ലോകത്താൽ നിന്ദിക്കപ്പെട്ടവരുമാണ് വിശുദ്ധർ. പക്ഷെ അവർ നിത്യകാലത്തിൽ ദൈവത്തെ മാറുന്നത്. ഒരാൾ ഇങ്ങനെയാണ് പറയുന്നത്, ഭൂമധ്യരേഖയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അളവെടുക്കാൻ പറ്റുകയാണെങ്കിൽ, സാധ്യമല്ലത് പറ്റുകയാണെങ്കിൽ, ഭൂമധ്യരേഖയുടെ ഒരറ്റത്ത് ഒരാണി അടിച്ചിട്ട് ഒരു കയർ കെട്ടി ആ കയർ വെച്ച് ഭൂമധ്യരേഖ അങ്ങേയറ്റത്ത് കൊണ്ട് എത്തുമ്പോൾ ആ ആണി അടിച്ച് ആ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലല്ലോ. അത്രയും പോലും ഇല്ല ഇപ്പോഴത്തെ ജീവിതം. അത്രയും പോലും ഇല്ല ഈ ഭൂമിയിലെ ജീവിതം. എത്ര അനന്തകോടി മൈലുകളാണ് കിടക്കുന്നത് ഭൂമിയിലെ. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പ്രാണിയില്ലെന്നാണ്. നമ്മൾ ഈ ലോകത്താൽ രസിക്കപ്പെട്ടു പോയ വ്യക്തികളായതുകൊണ്ട്, ഈ ലോകത്തിന്റെ കാറ്റ് മാത്രമേക്ക് നശിച്ചു പോയിരിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് നോക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ സുഖമായി ഇങ്ങനെയുണ്ട്. ഏത് സുഖം? എന്ത് സുഖം? തിന്നാൻ മാത്രം കിട്ടുന്നുണ്ട്, ഉറങ്ങാൻ സ്ഥലം കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആരോഗ്യ സുഖമൊന്നുമില്ല, വീട്ടിലും കുട്ടികളും കുഴപ്പമൊന്നുമില്ല. പന്നിയും പട്ടിയും നമ്മൾ എന്താ വ്യത്യാസം? അങ്ങനെയാണെങ്കിൽ തിന്നാൻ കിട്ടിയാൽ പോലെ സുഖമായി, ഉറങ്ങുന്ന സ്ഥലം, സുഖമായി.
അപ്പോ ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കാൻ. നമ്മുടെ നിത്യരക്ഷ പാർക്കാൻ നമ്മൾ ശ്രമിച്ചില്ല, പിന്നെ ആര് ശ്രമിക്കും? നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ കുടുംബക്കാർ വന്ന് 7 ദിവസം പള്ളിക്ക് വാനർപ്പിച്ചതുകൊണ്ടോ ഫിസിക്കലി നിത്യരക്ഷ പ്രാപിക്കാൻ പോകുന്നില്ല. 30 ദിവസം ഒരു പച്ചക്കറി കഴിച്ചതുകൊണ്ട് അവർക്ക് ആരോഗ്യം മെച്ചപ്പെടുന്നല്ല, നമുക്കൊന്നും ഉണ്ടാകുന്നത്. ഈ നോൺ വെച്ചിരുന്നെങ്കിൽ കൊണ്ട് അസുഖങ്ങൾ കിട്ടും. നിത്യാധാരണതയാവും. ഞായറാഴ്ച പള്ളിയിൽ പോവുക, തീർന്നു. പിന്നെ മരിക്കാൻ നേരത്ത് പറ്റുന്നത് അച്ഛനെ കൊണ്ടുവന്ന് എന്റെ വെള്ളം തെളിപ്പിക്കുക, രക്ഷപ്പെടും. രക്ഷപ്പെടില്ല. ജോബിന്റെ പുസ്തകം 15 വെട്ടിപ്പോയി. ജോബിന്റെ പുസ്തകം 15 പറയുന്നത് ദൈവം തന്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും വിശ്വാസം അർപ്പിക്കുന്നില്ല. ദൈവം മാലാഖമാരിൽ പോലും വിശ്വാസം അർപ്പിക്കുന്നില്ല. അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗം പോലും നിർമ്മലമല്ല. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയാ, അങ്ങനെയാണെങ്കിൽ നീചനും ദുഷ്ടനും വെള്ളം കുടിക്കുന്നവർ അനീതി കുടിക്കുന്നവരാണ് മനുഷ്യന്റെ സ്ഥിതി എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തെ കാതലായി ബാധിക്കുന്ന ഒരു സുവിശേഷം മാത്രമായിരുന്നു. കണ്ടോ, ആ സ്ത്രീ നിത്യരക്ഷ പ്രാപിച്ചു. ആ സ്ത്രീ നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടി ബലപ്പെടുത്തേണ്ടി വന്നു. അവളെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അവളുടെ വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. അത് ദേവനാണോ മനുഷ്യനാണോ നമുക്കറിയില്ല. അവൾ ഉപേക്ഷിക്കുകയാണ്. എന്തിനാ? അവളെ നിത്യരക്ഷ കിട്ടി. ഇനി അവൾ എന്ത് ചെയ്യാണ്? അവൾ പട്ടണത്തിലേക്ക് പോയിട്ട് നിത്യരക്ഷയെ പറ്റി സംസാരിക്കുകയാണ്. എല്ലാവരെയും നിത്യരക്ഷയിലേക്ക് ആനയിക്കുക. 2 ദിവസം കർത്താവ് ആ സ്ഥലത്ത് ആകർഷിച്ച് അവിടെയുള്ളവരെ എല്ലാം വിശ്വാസത്തിൽ കൊണ്ടുവരിക. എന്തുകൊണ്ടാണ് സുവിശേഷം ചെയ്യാത്തതെന്ന് കാര്യം ചോദിച്ചാൽ നമ്മൾ മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തത്. സുവിശേഷ വേലയിൽ നമ്മൾ അമാന്തം കാണിക്കുന്നെങ്കിൽ അത് തെളിവാണ്. എന്താണ്? നമ്മൾ യൂര്യപ്രദമായ വിശ്വാസമേ ഉള്ളൂ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കാതലായ ഒരു പരിവർത്തനം വന്നിട്ടില്ല. യേശുക്രിസ്തുവുമായി നമുക്കൊരു ബന്ധമില്ല. നാമമാത്ര ക്രൈസ്തവർക്ക് സുവിശേഷം അറിയിക്കാൻ ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ടാണ്? എല്ലാ ആഴ്ചയും നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറയും, ജീവിതം കൊണ്ടുപോകണം, ഇസ്രായേൽ പുസ്തകം വിതരണം ചെയ്യണം, മറ്റൊരാൾ യാത്രയെ നിങ്ങൾ ആരും അറിയാത്തൊരു കാര്യം ചെയ്യാം. തെളിവാണ്, നിങ്ങൾക്കും എനിക്കും കാതലായ പരിവർത്തനം വന്നിട്ടില്ല. സമരിയക്കാരൻ ഈശോ പറഞ്ഞായിരുന്നു, പക്ഷേ നീ എന്നാലും ഇത്രയും കുഴപ്പമൊക്കെ ഉണ്ടാക്കിയല്ലേ, പ്രായശ്ചിത്തമായി നീ സമരിയ പട്ടണത്തിൽ പോയി ഒരു 50 പേർ എന്നെ പറ്റി പറയാൻ ഈശോ പറയുന്നില്ല. ഒരു നിർദ്ദേശം ഈശോ കൊടുക്കുന്നില്ല. അവൾ നിത്യരക്ഷ പ്രാപിച്ചു, അവൾ മാനസാന്തരപ്പെട്ടു. അതിന്റെ അനിവാര്യ ഫലമായി അവൾ ചെന്ന് നോക്കണം. അവൾ നല്ല സ്ത്രീയൊന്നുമില്ല, ആരും അവളെ പറഞ്ഞ് കേൾക്കാൻ പോകുന്നില്ല. ആദ്യം അവളെ പുറങ്കാലം ഒഴിച്ചു കാണും. നീയാടി ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത്, നമ്മുടെ കുഞ്ഞാൾക്ക് നീയാടി ഞങ്ങൾ പഠിപ്പിക്കാൻ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അവൾ ആ സുവിശേഷം തുറന്ന് വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നത് സമരിയ ദേശത്തെ മുഴുവൻ പേരോട് ഈശോയെ പറ്റി പറഞ്ഞു. നമ്മൾ കൈകെട്ടി പള്ളിയിൽ വന്നിരുന്ന സ്വർണ്ണം കേട്ട് വാനങ്ങൾ പോകുന്നതല്ലാതെ എത്ര വ്യക്തികൾ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആലോചിച്ചോ. നമ്മുടെ പേരിൽ ഒരാളെങ്കിലും സുവിശേഷം നമ്മൾ രക്ഷപ്രാപിച്ചിട്ടുണ്ടാകുമോ? നമ്മുടെ ഒരാളുടെ പരിശ്രമപരമായി ഒരു വ്യക്തിയെങ്കിലും യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇടയായിട്ടുണ്ടാകുമോ? ഇപ്പൊ നമ്മുടെ തട്ടിപ്പുകളും നമ്മെ കേന്ദ്രീകരിച്ചാണോ? എന്റെ ആധ്യാത്മികത, എന്റെ കുടുംബം, എന്റെ മക്കള്, എന്റെ പ്രാർത്ഥന, എന്റെ നിയോഗം, ഇതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ വിചാരിയിൽ നമ്മൾ എന്താ വ്യത്യാസമായിരിക്കും? ഞാൻ പ്രിയപ്പെട്ട നമുക്ക് എതിർത്തിയേ പറ്റൂ. കർത്താവായ യേശുക്രിസ്തു പറയാണ്, എന്റെ ഭക്ഷണമാണ്. നമുക്കത് പറയാൻ സാധിക്കേണ്ടതാണ്. എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തുന്നത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കേണ്ട പണമോ, എന്റെ സാമ്പത്തിക ഉയർച്ചയോ, എന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിലെ ഉയർച്ചയോ, എന്റെ നേട്ടങ്ങളോ ആയിരിക്കരുത് എന്നെ സംതൃപ്തിപ്പെടുത്തേണ്ടത്. എന്നെ സംതൃപ്തിപ്പെടുത്തേണ്ടത് അനേക വ്യക്തികളെ രക്ഷിച്ചെടുക്കുന്ന ജോലി ചെയ്യുന്നില്ല. ആയിഷ പറയുന്നത്, നിങ്ങൾ അറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. എന്താണ് വിശദീകരിച്ച് പറയുന്നുണ്ട്?
പിതാവിന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റുക. പിതാവിന്റെ ഇഷ്ടം എന്താ? ഭൂമിയിലുള്ള ഒരാളും നഷ്ടപ്പെട്ടു പോകരുത്, ഒരാളും പാപത്തിൽ ജീവിച്ച് മരിക്കരുത്. ഇത് സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇരിക്കപ്പൊതി ഉണ്ടാക്കിയ സുവിശേഷം അറിയിക്കുക. അവർക്ക് ഇവിടെ നമ്മൾ ഈ സ്ത്രീയുടെ സാക്ഷ്യത്തിന്റെ 3 തലങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ആ സ്ത്രീ തന്റെ അനുഭവം പറയും. എന്താണ് സാക്ഷ്യത്തിലുള്ള 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈശോ ആ സ്ത്രീ പറയുകയാണ് തന്റെ അനുഭവം. എന്താ പറയുന്നത്? എനിക്ക് കൊട്ടാരം കിട്ടി, ജോലി കിട്ടി എന്നാണ് പറയുന്നത്. വേറെല്ലാം പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ച ഫലമായി പലവേദന പോയി, മുഴ പോയി, അത് പോയി, ഇത് പോയി. അപേക്ഷ പറയാം. അവിടെ പറയുന്നത് എന്താ പറയുന്നത്? ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടെത്തിയേ. എന്നുവെച്ചാൽ എന്റെ രഹസ്യഭാവങ്ങളെല്ലാം എന്നോട് വെളിപ്പെടുത്തിയ ഒരാൾ, ഞാൻ മറച്ചു വെച്ചതെല്ലാം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരാൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അവൾ എന്താ പറയുന്നത്? എനിക്ക് മാനസാന്തരം വന്നിരിക്കുന്നു, എന്റെ ജീവിത വഴികളെല്ലാം തെറ്റാണ് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു, ഞാൻ തിരുത്താൻ തയ്യാറായിരിക്കുന്നു. അതാണ് അവിടെ ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു. അപ്പൊ അവരെല്ലാം ഇന്നത്തെ പറയുന്നത് ഇവൾ പറയുന്നതൊക്കെ ഇവളെ ജീവിതമൊക്കെ അറിയുന്ന ആരായിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ അയാളൊന്ന് കാണുന്നതല്ലോ നമുക്ക്, ഇല്ലേ? എന്താ രണ്ടാമത്തെ പേര് എന്താ പറഞ്ഞത്? അവർ ക്ഷണിക്കുന്നുണ്ട്, നിങ്ങളും ആ ആളെ ഒന്ന് കാണുക. നമ്മൾ ഏതെങ്കിലും സാക്ഷ്യത്തിലേക്ക് കുട്ടി പറയാറുണ്ട്. ഉദാഹരണം പറയാം, എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, ക്യാൻസർ മാറി, യേശുവേ സ്തോത്രം, യേശു എന്താണ് പറയേണ്ടിയിരിക്കുന്നത്? ശരിയായി പഠിക്കണം. എന്താ പറയേണ്ടിയിരിക്കുന്നത്? അതിന് പറയാൻ പറ്റിയ വാക്കിയാൻ പറ്റിയതാ. ഈശ്വരത്തേക്ക് ഇപ്പം ചോദിക്കുന്നുണ്ട്, ശ്യാമകന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, കർത്താവിനെ അല്ല, കർത്താവിനല്ല, ഗുരു, ഞങ്ങൾ നീ തന്നെയാണോ വരാനിരിക്കുന്നത്, അതോ ഞങ്ങൾ വേറെ ആളെ കാത്തിരിക്കണോ? അതായത് പശ്ചാത്തലത്തിലാണ് എല്ലാ യഹൂദന്മാർക്കും അറിയായിരുന്നു പഴയ നിയമം പോരാ, പഴയ നിയമ സംഹിതകൾ പോലെ രക്ഷപ്പെടാൻ നമുക്കറിയായിരുന്നു. അതുകൊണ്ട് ഒരാൾ വരും, ആളുടെ പേര് മിശിഹ എന്നാണ്. മിശിഹ വരുമ്പോൾ ശരിയായ പഠിപ്പിക്കുന്ന പ്രതീക്ഷയുണ്ടായി. അപ്പൊ ഈശോയിൽ മിശിഹായുടെ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ തന്നെയാണോ വരാനിരിക്കുന്നത്? ഈശോ എന്താ മറുപടി പറഞ്ഞു? ഈശോ യെസും നോയും പറഞ്ഞു. പിന്നെ എന്നാ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ സംഭവിച്ച കണ്ട കാര്യം പോയി നിങ്ങളുടെ ഗുരുവിനോട് മനസ്സിലാവുക. എന്താ സംഭവിച്ചിട്ടുള്ളത്? ഗുരുടന്മാർ കാഴ്ച താമസിച്ചിരിക്കുന്നു, സർവ്വമാനത്തെ എഴുതി നടക്കുന്നു, കുറ്റവും പ്രാപിക്കുന്നു. അപ്പോ ഈ രോഗശാന്തി യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിന്റെ ഒരു സാക്ഷ്യമാണ്. ഇത് നിങ്ങളെ കുറ്റങ്ങളല്ല കണ്ടെന്ന് പറയാം, നിങ്ങൾ പരിശീലിക്കില്ല. അപ്പൊ എനിക്ക് ക്യാൻസർ മാറ്റിയ ഈശോ ദൈവമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു പറഞ്ഞാൽ ഓർക്കുകയാണ്. നല്ല സാക്ഷി എടുക്കുമ്പോ ഈശോയ്ക്ക് മാതാവ് കട്ടക്കട്ട തുരുതില്ല, ഈശോയ്ക്ക് മാതാവ് തന്നെ പറയുന്നു. കണ്ടില്ലേ? ഈശോ രക്ഷകനും മാതാവ് രക്ഷകന്റെ ആണെങ്കിൽ ശരിയായ പ്രബോധനം കേൾക്കാനുള്ള ആഗ്രഹത്തെ പറ്റും. സാക്ഷ്യം 3 തലം. ഒന്ന്, അവൾക്ക് വന്ന മാറ്റം ആദ്യം പറയും, പ്രധാനപ്പെട്ട. രണ്ടാമത് പറയുന്നത് അവളുടെ ശ്രോതാക്കളെ അതേ അനുഭവത്തിലേക്ക് വരാൻ ക്ഷണിക്കുന്നു. ഇവിടെ ഈ സാധാരണ ആന്തരിക സൗഖ്യം ധ്യാനം കഴിയുമ്പോൾ എല്ലാവരും സാക്ഷ്യം. ഒരു ഇപ്പോഴത്തെ രീതിയിൽ 60-70 പേരാണ് എല്ലാ ആഴ്ചയും ധ്യാനിക്കാൻ വരുന്നത്. 4 ദിവസം ധ്യാനമാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ബുധനാഴ്ച രാവിലെ 8 മണിക്ക്. അപ്പോൾ എല്ലാവരും പറയും, വെള്ളിയാഴ്ച പറഞ്ഞ ഞാനല്ല ഇപ്പോൾ. ബുധനാഴ്ച വരെ ആകണ്ട, തിങ്കളാഴ്ച കൊണ്ട് തന്നെ പറയും, വെള്ളിയാഴ്ച വന്ന ഞാനല്ല ഇപ്പോൾ ഉള്ളത്, വേറെ ആളാണ്. അത്രയ്ക്ക് മാറ്റം വന്നു. അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച വൈകിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശുശ്രൂഷ കഴിയുമ്പോൾ എല്ലാവരും ഒരു ഉഗ്ര സാക്ഷ്യം പറയും. ഒരു പ്രസംഗം തന്നെ, ഒരു 2 മണിക്കൂർ എടുക്കില്ല എന്ന് പറയാനായിട്ട്. എന്താ പറയുന്നത് അറിയാം എല്ലാവരും. അവരുടെ ജീവിതത്തിൽ വന്ന ആ
അടിമുടി വന്ന മാറ്റം വിസ്തരിച്ച് പഠിച്ച ശേഷം പറയും, എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ വീട്ടുകാരെ മുഴുവനെയും എനിക്ക് അറിവുള്ള എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും ഇവിടെ യാത്ര കൊണ്ടുവരും, യാത്ര കൊണ്ടുവരും, യാത്ര കൊണ്ടുവരും, യാത്ര കൊണ്ടുവരും. ഇത് ആര് പറഞ്ഞു കൊടുത്താൽ ഞങ്ങളാരും പറയുന്നത് എന്താ സംഭവിക്കുന്നത്? ഇതാണ് ഈ സ്ത്രീ പറയുന്നത് കേട്ടോ. ഈ സ്ത്രീക്ക് ഈശോയിൽ നിന്ന് രക്ഷ കിട്ടി. അത് ആ സ്ത്രീ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ അനുഭവിച്ചറിയ. മൂന്നാമതായിട്ട് ആ സ്ത്രീയുടെ സാക്ഷ്യത്തിൽ പോയി കിടക്കുന്നത് ഇവനല്ലേ ക്രിസ്തു ചോദ്യം. അവനെ ശരിക്കും കുഴക്കേണ്ടി വരിക. എന്റെ ജീവിതത്തിലെ നിഗൂഢമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് എന്നെ ഇതുപോലെ മാനസാന്തരപ്പെടുത്തിയ ഈ വ്യക്തി മിശിഹായല്ലേ നിങ്ങൾ പരീക്ഷ നോക്കുക. ചുരുക്കി പറഞ്ഞാൽ അവൾ ഒന്നാന്തരം ഒരു സുവിശേഷ പ്രഘോഷണയാണ് ചെയ്തത്. എന്താ സുവിശേഷ ലക്ഷ്യം? ഞായറാഴ്ച പള്ളിയിൽ എത്ര കൊല്ലങ്ങൾ പ്രസംഗിക്കാനുണ്ടല്ലേ? ഓരോ സുവിശേഷമാകട്ടെ അച്ഛന്മാർ പറയും, അങ്ങനെ പറയേണ്ടത്. പക്ഷേ എല്ലാ പ്രസംഗത്തിന്റെയും കേന്ദ്രബിന്ദു എന്താ? യേശുക്രിസ്തുവിലേക്ക് എത്തണം. പണ്ടൊരു തീരദേശ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ഒരു കായൽ തീർത്താണ് പള്ളി. ഇന്നത്തെ കാലത്ത് എല്ലാ വർഷത്തേക്കും കോളാട്ട് വെച്ചിട്ടുണ്ട്. കോളാട്ട് മനസ്സിലായില്ല, ഇപ്പോഴല്ല ബൈക്ക്. അപ്പം അവിടെ ഒരുപാട് ഹിന്ദുക്കളുള്ള ഏരിയയാണ്. കായലായ കോളാട്ടിൽ ശബ്ദം അക്കരെ വരെ പോകുന്നുണ്ട്. ഞാൻ ആയിരുന്ന ദിവസം യേശു ക്രിസ്തു സത്യദൈവമാണ് എന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാന രഹസ്യം സ്നേഹിക്കും. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും കൈത്താരന്മാർ എന്നെ വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി മേലായ ഇതിനെക്കുറിച്ച് പറയാൻ പാടില്ല. നാനാജാതി മതസ്ഥരെ ആൾക്കാർ പിന്നിത്താമസം സ്ഥലമാണ്. ഇതൊന്നും അച്ഛനെല്ലാം ഇവിടെ കുഴപ്പമുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി. ഇവിടുത്തെ പെരുന്നാളിന് ഇന്നത്തെ രീതിയിൽ പെരുന്നാൾ ഒരുപാട് നീണ്ട പ്രശ്നമാണ്. ഈ പെട്രോമാക്സ് സാധനം ചുമന്ന ലൈറ്റ് വഴിയുണ്ട്. ഈ പെട്രോമാക്സ് ചുമക്കുന്ന എല്ലാം ഹിന്ദുക്കളാണ്. പിന്നെ ഒരുപാട് നീണ്ട പ്രൊഫഷണൽ വഴി അവിടെ പുല്ല് എത്തിയാണ് ഹിന്ദുക്കളാണ്. പ്രേക്ഷിത വേലയാക്കിയില്ല. അച്ഛൻ്റെ പ്രസംഗക്കാരാണ് അതെല്ലാം നശിപ്പിച്ചു. ഇവിടെ വർഗീയ കലാപം ഉണ്ടാകുന്നു. അപ്പോൾ മേലായി എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ദിവസം വികാരിച്ച് നടന്നില്ല. എന്നോട് പറഞ്ഞതാണ്. ഞാൻ ആകെ പേടിച്ചുപോയി. കേൾക്കാനുള്ള ഔദ്യോഗികം പറയില്ല. എന്നാൽ 2-ാം ദിവസം ഞാൻ യാത്ര പോയി. ഞാൻ ജനമെല്ലാം മാത്രം ഉണ്ടായിട്ട് ഞാൻ കേൾക്കാന്മാർക്ക് മാത്രം ജോലി ചെയ്തു. എന്തായാലും ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ കണ്ടൊരു അത്ഭുതം, ഞാൻ അവിടെ എല്ലാവരും ധ്യാനത്തിന് ബൈബിൾ കൊണ്ടിരുന്നേ കണ്ടതാണ്. എല്ലാ ആൾക്കാരും 2-ാം ദിവസം മുതൽ യാത്ര വന്നു പോയി. അന്നത്തെ കാലത്ത് ഇരിക്കുന്നത് ചെറിയ ബൈബിളല്ല, വലിയ ബൈബിൾ. ഇതിനേക്കാൾ വലിയ ബൈബിൾ ഉണ്ടായിരുന്നു. അത് പിടിച്ചുകൊണ്ട് എല്ലാവരും ഈ കായൽത്തീരത്താണ് പള്ളി ഇരിക്കുന്നത്. നെല്ല് കാണാൻ പറ്റും, മറ്റേ വെള്ളത്തിൽ കാണാൻ പറ്റി ബൈബിൾ പിടിച്ചുകൊണ്ടാണ്. രസമായി എല്ലാവരും. ധ്യാനമെല്ലാം കഴിയുമ്പം ഞാൻ പോകുന്നു, പേടിച്ച് പോകുന്നു. തല്ലുവോ അവസാനം തല്ലിരുന്നൊക്കെ ഞാൻ വിചാരിച്ചു. തല്ലു കഴിച്ചു തന്നി രക്ഷപ്പെടിയാണ്. അങ്ങനെ ഇരിക്കുന്നത് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ കൈകളുടെ കസേരയിൽ അവിടെ പുറത്തുനിന്ന് ഉപയോഗിച്ച് കൈകളുടെ കസേരയിൽ അറിയാതായിട്ട് വിളിച്ച് കുറ്റം പറയും. കൈകളെ ഇട്ടിട്ടുള്ള കാര്യങ്ങളാണ്. കാലങ്ങളിൽ കൈകളുടെ കസേരയിൽ മാറ്റി കുറവുണ്ടാക്കി കൈകളുടെ കസേര ചേച്ചിക്കാൻ മരിച്ചു തരുന്ന അറിയുന്നു. ഇതിൻ്റെ വെറുതെ കഴിക്കാനായിട്ട് ഞാൻ പണ്ടൊരു അച്ഛനെ കണ്ടിട്ട് അച്ഛന് പുറകെ മരിച്ചു എന്നപ്പോൾ കസേര മരിച്ചു. അതുകൊണ്ട് അടിക്കേണ്ടത് ഞാൻ പറഞ്ഞത് നന്ദി. അപ്പോൾ ഞാൻ 2 ആഴ്ചത്തേക്ക് ഫോൺ. അപ്പം എൻ്റെ പള്ളിയിൽ ഫോണില്ല. ഇന്നത്തെ ലാൻഡ് ഫോൺ ഇല്ല. ലാൻഡിനെ പിടിച്ച് വിളിക്കാം, ഫോണില്ല. അപ്പുറത്തെ വീട്ടിലാണ് പോകണത്. ഈ പള്ളിയിൽ നിന്ന് എതിരെ അങ്ങോട്ട് വിളിക്കുക. ആ വീട്ടുകാരനെ എന്നെ കിട്ടാൻ. അപ്പോൾ എന്നോട് ചോദിച്ചു അവിടെ. അപ്പോൾ എനിക്ക് പേടി ഫോണില്ല. എന്നിട്ട് കൊല്ലാൻ വഴിയിരിക്കല്ലേ, എല്ലൂർ വഴിയില്ലേ കേരള. അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായാലും ഞാൻ പിന്നെ പോകാടുത്ത വികാരിച്ചൻ പറഞ്ഞു 2 ആഴ്ച ഒരു പ്രാർത്ഥനയോട് സംഘടിപ്പിക്കാൻ വരാമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഒഴിവില്ല. നുണ പറഞ്ഞ ഒഴിവില്ല, പേടിയായിട്ട് പോകാൻ വേണ്ടിയിട്ടില്ല. ഞാൻ പറ്റില്ല.
പിന്നെ അച്ഛൻ സ്ഥിരമായിട്ട് അങ്ങോട്ട് ഫോൺ ചെയ്യാൻ ഒറ്റ അവസരം ഞാൻ പോകാൻ എല്ലാം. എൻ്റെ പള്ളിയിൽ നിന്ന് ഒരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ഒരു കായലിന്റെ തീരത്തുണ്ട്. ആ കായലിന്റെ നേരെ അക്കരയാണ് പള്ളിയിൽ. ഒരു 3/4 മണിക്കൂർ യാത്രയാണ് കായലിൽ പോയത്, വഞ്ചി യാത്ര. വണ്ടി കൂടെ ഒഴിക്കാൻ പോകണമെങ്കിൽ എൻ്റെ പള്ളിയിൽ ഞാൻ അതേ ഡിസ്റ്റൻസ് നടന്ന് ടൗണിൽ ചെന്ന് അവിടുന്ന് 10, 25, 300 രൂപ ഓപ്പറേഷനിൽ കയറി അവിടെ പോകണം. ഞങ്ങൾ സാമ്പത്തികമില്ല, അതുകൊണ്ട് നടന്നു പോകാൻ വിചാരിച്ചു. കായലിലെത്തിയപ്പോഴേക്കും കായലുകൾ എനിക്കാണ് പേടിയാണ്, തുഴയാൻ പറ്റില്ല, അമ്മ സംഭവിച്ചില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ നിന്നപ്പോഴേക്കും ഒരു ചെറിയ വഞ്ചി, 10 പേര് അപ്പുറത്തേക്ക് ഇരുന്നു. ഞാൻ കഴിച്ച വലിയ വഞ്ചി ആയിരുന്നു, കൊടുക്കുമ്പോഴൊരു വഞ്ചി. അതിൽ 10 പേര് അപ്പുറത്തിൽ ഇരുന്നപ്പോഴേക്കും എൻ്റെ വലിയ വെള്ളത്തിൽ മുട്ടാറായിരുന്നു. ഞാൻ ഈ വഞ്ചിയെ കയറിയില്ലെങ്കിൽ നാട്ടിലേക്ക് എത്താൻ പറ്റിയല്ല. ഇനി പോണെ തിരിച്ച് വണ്ടി കണ്ട് കഴിച്ച് പോലെ തിരിച്ച് അപ്പുറേക്ക് വരുമ്പോൾ സംഭവം നടക്കാൻ പോകുന്നത് നെഞ്ചുകൾ കിടക്കാൻ പഠിക്കുക. എന്തായാലും വേറെ നാട്ടിലെ വഞ്ചിക്ക് കയറിയപ്പോൾ എല്ലാവരും കയറി വെച്ചപ്പോൾ എല്ലാവരും ബോട്ട് കഴിക്കാനും അത് പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാവരും കിട്ടില്ല. അപ്പൊ അവര് പരിചയപ്പെട്ടു, ഒന്നും വേണ്ടിയില്ല. വണ്ടി വെമ്പനാട്ട് കായലാണ്, വലിയ കായലല്ലേ. നടുക്കായൽ എത്തിയപ്പോഴേക്കും ഒരു ചോദ്യം, ഒരാള് ഈ അച്ഛനാണോ വരുന്ന ധ്യാനത്തിലൊന്ന് പ്രസംഗിച്ചത്? എന്ത് കണ്ടോ പറയാൻ ഒന്നിനെ സംഭവിച്ചറിയോ? ഈ 10 പേര് ഹിന്ദുക്കൾ വഞ്ചിയിൽ മുട്ടു വഞ്ചി പറഞ്ഞു. ഈ 10 പേര് വഞ്ചിയെ മുട്ടത്തിൽ പറയാണ്, ഹിന്ദുക്കൾക്ക് നമുക്ക് അറിയാമെന്നല്ല പറയാണ്, എത്ര കൊല്ലങ്ങളായി ഞങ്ങൾ പെരുന്നാൾ കൂടുന്നത് ഈ പുണ്യാളെ പറ്റി അല്ലാതെ ഇന്ന് വരെ യേശുവിനെ പറ്റി ആരും പറഞ്ഞു തന്നിട്ടില്ലേ? യേശുവിനെ പറ്റി പറഞ്ഞാൽ നച്ചോ നന്ദി. ഐക്കാരന്മാരുടെ ശ്രദ്ധിക്കുന്ന വിശ്വാസം, ഹിന്ദുക്കളുടെ വിശ്വാസം. നമ്മൾ വെറുതെ ഈ പള്ളിയിൽ പോകുന്നല്ലാതെ ഈശോ ആരാണെന്ന് അറിയാൻ പാടില്ല. ഈശോ രക്ഷിച്ച അനുഭവം നോക്കില്ല. മാർക്കറ്റിന്റെ അടുത്ത കന്നുകാലികൾ രാവിലെ തൊഴുത്ത് വന്നുകൊണ്ടാൽ മാർക്കറ്റിലേക്ക് എഴുതില്ലാൻ പോണ പോലെ പള്ളിപടി ചിലപ്പോൾ അങ്ങോട്ട് പോകുന്നു. ഈശോ നൽകുന്ന രക്ഷ അനുഭവിച്ചിട്ടില്ലാത്ത കാരണം. രക്ഷ അനുഭവിച്ചാൽ ആ വ്യക്തി അടങ്ങിയിരിക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ ചെന്ന് മധ്യസ്ഥപ്രാർത്ഥനകളിൽ നമുക്ക് എന്റെ ഹൃദയം സന്തോഷം വിളിച്ചാൽ എന്താ അവർ വരുന്നറിയോ? ആ ഒരു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്. യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷിതമായി കണ്ടുമുട്ടിയ കുട്ടിയവന് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ചാടി 4 പേരെ രക്ഷിക്കുന്ന ആഗ്രഹമുണ്ടാവും. സ്വന്തം കാര്യം പ്രാർത്ഥിക്കാൻ വരുന്നവര് കർത്താവിനെ കണ്ടെത്തിയവരാകണമെന്ന് നിർബന്ധമില്ല. എല്ലാ ആരാധനാലയങ്ങളിലും എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ ആരാധനാലയങ്ങളും ഞങ്ങൾ തടിച്ചു കൂടുന്നുണ്ട് അവർക്ക് അനുഗ്രഹം കിട്ടാൻ വേണ്ടി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി. യേശുക്രിസ്തുവിനെ കണ്ടെത്തിയവരെയാണല്ല. യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്നേഹിച്ച വ്യക്തികൾ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഇരിക്കപ്പെട്ടില്ല ഒരിക്കലും. അവിടെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഈ സമരിയാക്കാരി സ്ത്രീയെ കർത്താവ് കാത്തി നിന്നുകൊണ്ട് ഫലമുണ്ടായില്ലേ? കർത്താവ് ഭയങ്കര നേട്ടം നേടി കൊയ്തു വന്ന് വാസ്തവത്തിൽ കർത്താവ് ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ടുള്ളൂ. ആ വ്യക്തി പോയി ഒരു ദേശം, അത് പ്രത്യേകിച്ച് സമരിയ എന്ന് നോക്കണം. സമരിയാക്കാർ യഹൂദൻ തമ്മിൽ ആജന്മശത്രുക്കളാണ്. ഈ ഒറ്റ സ്ത്രീയുടെ മാനസാന്തരവും അവളുടെ സുവിശേഷ പ്രവർത്തനവും കൊണ്ട് ആ ദേശം മുഴുവനും കർത്താവ് രക്ഷിതമായി സ്വീകരിച്ചു. ആലോചിച്ച് നോക്കി, ഇത്രയും കൊല്ലം നമ്മുടെ ജീവിതത്തിലെ നമുക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു സുവിശേഷ വില ചെയ്യാൻ സാധിച്ചെങ്കിൽ എത്രയോ പേര് രക്ഷപ്പെടുമായിരുന്നു. എത്രയോ പേർ കർത്താവിനെ അറിയാതെ ശവക്കുഴിയിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ അനാസ്ഥ മൂലം. നമുക്ക് ടി വി കാണാൻ സമയമുണ്ട്, വീട്ടുകാരെല്ലാം ചെയ്യാൻ സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. 2 മണിക്കൂർ പ്രാർത്ഥിക്കേണ്ട സമയമില്ലല്ലോ. ഒരാളുടെ മധ്യസ്ഥ
മധ്യസ്ഥ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗം തുറക്കുന്നുണ്ട്. ഒരു പാപിക്ക് വേണ്ടി, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർത്ത് ഞങ്ങള് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛൻ പറഞ്ഞ സാക്ഷ്യം. അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ മദ്യത്തിനടിമയായിരുന്നു. അദ്ദേഹത്തിന് മാറാൻ പറ്റുന്നില്ല. അദ്ദേഹം തന്നെ ഞങ്ങളോട് അച്ഛന്മാരുടെ ഒരു സമൂഹത്തിൽ ഒരു സാക്ഷിയായി പറയുന്നത്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തു. യാത്ര ചെയ്യാൻ സമയം 2 മണി മുറ്റാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെ ഭയങ്കരമായ പ്രലോഭനം, ആത്മഹത്യ. അദ്ദേഹം കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുകയും മരിക്കാനോ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അനുഭവിച്ചിട്ടില്ലാത്തത് അറിയാൻ പാടില്ല. മരണപ്രാണത്തിന് അച്ഛൻ മരിക്കുന്നത് വേണ്ട, മരിക്കാനായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് അസ്വസ്ഥപ്പെടുക. ആ സമയത്ത് ഒരു സ്ത്രീ, ഒരു ടീച്ചറെ പറഞ്ഞാൽ അറിയുന്നൊരു പേര് പറയുന്നില്ല, അവര് കോട്ടയായിട്ട് ബന്ധപ്പെട്ടത് വളരെ പ്രഘോഷകയായിരുന്നു. ജീവിച്ചിരിപ്പുണ്ട്. അവര് മധ്യസ്ഥപ്രാർത്ഥനക്കാരിയാണ്. അവർക്ക് ഈ സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ട്. പ്രാർത്ഥിക്കാൻ എഴുന്നപ്പോഴേക്ക് അച്ഛന്റെ ഓർമ്മയും വന്നു. അവര് രാത്രി 2 മണിക്കൂർ ഉറപ്പടിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് അച്ഛൻ ഈ ടീച്ചറെ വിളിച്ച് ചോദിക്കുകയാണ്, ഇന്ന് രാത്രി ടീച്ചർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അതുകൊണ്ടൊരു ആത്മഹത്യ ഒഴിവായി. ഒരു വൈദ്യൻ ആത്മഹത്യയാന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതി ആലോചിച്ചത്? നമ്മൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഈ മഴക്കാലത്ത് 2, 3, 4 ബസ് കയറി കഷ്ടപ്പെട്ടുകൊണ്ട് വരുമ്പോൾ യേശുക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ച് തുല്യമായ പ്രവൃത്തിയാണ്. യേശുക്രിസ്തു പാടുകളുടെ കുരിശിൽ കിടന്ന് മരിച്ച് ലോകത്തിന്റെ മുമ്പിൽ പിതാവിന്റെ മുമ്പിൽ, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയില്ല. ആ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. നമ്മൾ അറിയാതെ എത്രയോ രക്ഷപ്പെട്ടു. നമ്മൾ ശ്രദ്ധത്തിൽ അറിയാൻ പറ്റും. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർത്തോ, ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, നിങ്ങൾ മരിച്ച കർത്താവിനെ ശ്രമിക്കുമ്പോൾ ഒത്തിരി പേര് നിങ്ങളെ കണ്ടിച്ചിരിക്കും. നിങ്ങൾ മൂലം മാനസാന്തരപ്പെട്ടവരാണ് നിങ്ങൾ. ഞാനിവിടെ പ്രസംഗത്തിൽ പറയാറുണ്ട്, ഇവിടുത്തെ 5 വർഷത്തെ ആദ്യത്തിൽ നല്ല കഠിനാധ്വാനമാണ് ഞങ്ങൾക്ക് അച്ഛന്മാർക്ക്. പ്രത്യേകിച്ച് എവരാണെങ്കിൽ രാമകെല്ലാം. പക്ഷെ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുകയാണ്, ഞങ്ങളുടെ പ്രസംഗം കൊണ്ട് ആരും രക്ഷപ്പെടുകയില്ല. ഞങ്ങളുടെ പ്രസംഗം കൊണ്ട് ആരും രക്ഷപ്പെടുകയില്ല. നേരെ മറിച്ച് ഈ ധ്യാനം ഫലദായകമാക്കാൻ അടുക്കളയിൽ കഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. ആ വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിൽ സമയത്ത് 12-13 മണിക്കൂർ തീയുടെ മുമ്പിൽ നിന്നൊരു ഭക്ഷണം ഉണ്ടാക്കുന്നവർ ഞങ്ങൾ ആൾക്കാരുടെ പ്രസംഗിക്കുന്നതിനേക്കാൾ രക്ഷാകരമായ വേല ചെയ്യുന്നുണ്ട്. വീടുകളോട് കയറി ഇറങ്ങി യുവതീമാക്കന്മാരെ ധ്യാനത്തിൽ കൊണ്ടുവരുന്നവർ ഞങ്ങൾ ആൾക്കാരുടെ പ്രസംഗിക്കുന്നവരെക്കാൾ കൂടുതൽ ഫലദായക ശുശ്രൂഷ ചെയ്യുന്നവർ. ഇവിടെ കുറെ പുരുഷന്മാർ രാത്രി വരും. ഒരു ചേട്ടൻ എനിക്ക് ഓർമ്മയുണ്ട്, ദൂരെ മാമ്പഴമായിരുന്നു. അദ്ദേഹം ഒരു സാധാരണ കൃഷിക്കാരനാണ്. എന്നിട്ട് രാത്രി 10 മണിയാകുമ്പോൾ സ്കൂളിൽ പഴയ സ്കൂളിൽ അത് പഠിച്ച് മകത്ത് ഇവിടെ വന്ന് രാത്രി നേരെ വെളുപ്പോയിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് വെളുപ്പിനെ വിടുന്നോട് എന്താ തൊഴിൽ ചെയ്യണമല്ലോ, വെളുപ്പിനെ വിടുന്നു. നൈറ്റ് മുഴുവൻ പുറത്തുറപ്പ് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വെളുപ്പിനെ ഓടാൻ കിടക്കാനല്ല, ജോലി ചെയ്യാൻ വേണ്ടി പോകും. ഇവരൊക്കെ മനുഷ്യ കിടക്കുമ്പോൾ സ്വർഗം എങ്ങനെ വിലയിരുത്തും? ഒരു നേഴ്സ് ശമ്പളം കിട്ടാൻ വേണ്ടി നൈറ്റ് ഡ്യൂട്ടി ചെയ്യാറില്ലേ? ഏതെങ്കിലും നേഴ്സ് പറയോ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഞാൻ റിസൈൻ ചെയ്തേക്കാൻ പറയുന്നില്ല, കാശ് കിട്ടാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുള്ളൂ. അവിടെ ഉറക്ക പ്രശ്നമില്ല. അവിടെ നമ്മളെ ചെയ്യണ്ട, എനിക്ക് പ്രഷർ ഉള്ളതാ, എനിക്ക് ഷുഗർ ഉള്ളതാ, എനിക്ക് ഉറങ്ങണം, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറയുമോ? നമ്മൾ എത്ര വർഷം കണ്ടാൽ ചതിച്ചിട്ടുണ്ട്. എനിക്ക് ക്ഷീണ, എനിക്ക് വയ്യ, എനിക്ക് വേല, എനിക്ക് പ്രഷർ എന്നൊക്കെ പറഞ്ഞ് എത്ര പ്രാവശ്യം നമ്മൾ കർത്താൻ ചതിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര പോലെ ജീവിക്കുന്നതാണ് കാര്യമിരിക്കുന്നത്. ഇത്ര ആയുസം ജീവിക്കുന്നതാണ് കാര്യമിരിക്കുന്നത്. ആ ജീവിക്കുന്ന കാലങ്ങൾ ദൈവത്തിന്റെ ഹിതപ്രായം ജീവിക്കുന്നില്ല കാര്യം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ രക്ഷിക്കുകയും നമ്മുടെ രക്ഷയെ അപകടത്തില. നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോയതുകൊണ്ടും സന്ധ്യയ്ക്ക് പ്രാർത്ഥനയില്ലേക്കും രക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേല ചെയ്യലാണ് രക്ഷയ്ക്കുള്ള ഉറപ്പേറിയ വഴി. യാക്കോബുസിന്റെ ലേഖനത്തിന്റെ അവസാനത്തെ വാക്യം, യാക്കോബുസിനെ അറിയാലോ, സുവിശേഷ വേല ചെയ്ത് വെട്ടേറ്റ് മരിച്ചതാണ്. സുവിശേഷ വേല ചെയ്ത് വേറെ ദിവസം യാക്കോബിനെ മാറിൽ എത്തി കൊല്ലുകയാണ് ചെയ്തത്. ആ യാക്കോബ് എഴുതിയിരിക്കുന്നത് വായിച്ചാൽ നമ്മൾ ഇന്നും ഹൃദയം ജ്വലിക്കുക. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അവസാനത്തെ വാക്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്:
17 വായിക്കാം. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അപ്പൊ ഒരു സുവിശേഷ വേല ചെയ്യാൻ ഏറ്റവും വലിയ നന്മ, ഒരാൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏറ്റവും വലിയ പ്രാർത്ഥന, ഒരു പാവത്തിൽ ജീവിക്കുന്ന തിന്മയിലേക്ക് വ്യക്തി മാനസാന്തരപ്പെടുന്നവരെ, പാവത്തിലോ തിന്മ ജീവിക്കുന്ന വ്യക്തികൾ നമുക്കറിയാം, അയാൾ മാനസാന്തരപ്പെടുന്നവരെ ആഴ്ചകളോളം രാത്രിയിൽ 1 ദിവസത്തിൽ ഉറക്കമൊഴിച്ച് മധ്യസ്ഥമാക്കുന്നത് ഒരു വലിയ പ്രവൃത്തിയാണ്. രക്ഷപ്പെടും. ആരോഗ്യം പ്രാർത്ഥിക്കാനില്ല. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. എന്ത് ധൈര്യത്തിൽ യാക്കോബ് പറയുന്നു. എന്നിട്ട് യാക്കോബ് അവസാനം പറയുകയാണ്, എന്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നെന്ന് നിങ്ങൾ അറിഞ്ഞു.